ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ മീന കണ്ടസാമിയുടെ പ്രയർ എന്ന് പറഞ്ഞിട്ടുള്ള പോമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മീന കണ്ടസാമി ഒരു ഇന്ത്യൻ പോയറ്റാണ്, ഫിക്ഷൻ റൈറ്റർ, ട്രാൻസ്ലേറ്റർ, ആക്ടിവിസ്റ്റ് ഫ്രം ചെന്നൈ, തമിഴ്നാട്, ഇന്ത്യ. സോ ആളുടെ വർക്ക്സ് ഒക്കെ മെയിനായിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് ഇഷ്യൂസ് ഓഫ് ജെൻഡർ, കാസ്റ്റ്, ഐഡൻറ്റിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ആണ്. മീന കണ്ടസാമി 1984 ചെന്നൈയിലാണ് ജനിച്ചത് ആൻഡ് ഷി ബിലോങ്സ് ടു എ ദലിത് കമ്മ്യൂണിറ്റി. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്നൊക്കെ പറയുന്നത് പോയിട്രി ഇസ് ബോൾഡ്, അൺഫ്ലിച്ചിങ് ആൻഡ് ഡീപ്ലി റൂട്ടഡ് ഇൻ ഹെർ ലീവ്ഡ് എക്സ്പീരിയൻസ് ആസ് എ വിമൻ ആൻഡ് എ ദലിത് ഇൻ മോഡേൺ ഇന്ത്യ. ഒരു വിമൻ എന്ന നിലക്കും ഒരു ദലിത് കമ്മ്യൂണിറ്റി മെമ്പർ എന്ന നിലക്കും ആൾ നേരിട്ടിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസ് ആൻഡ് സഫറിങ്സ് ഉണ്ട്. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോംസിലൊക്കെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. Her voice would stand out the contemporary Indian literature for a radical honesty, lyrical intensity and a strong feminist stance. മീന കണ്ടസാമിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പോയിട്രി കളക്ഷൻസാണ് ടച്ച് ഇൻ 2006 ആൻഡ് മിസ് മിലിറ്റൻസി 2010. ഈ രണ്ട് പോയിട്രി കളക്ഷൻസിലും ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചിട്ടും പാട്രിയാർക്കൽ ട്രഡീഷൻസിനും അതുപോലെ തന്നെ ദലിത് കമ്മ്യൂണിറ്റീസ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ മീന കണ്ടസാമിയുടെ രണ്ട് ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ടച്ച് ആൻഡ് മിസ് മിലിറ്റൻസി. ആൻഡ് ഷി ബിഗാൻ ഹെർ റൈറ്റിംഗ് പോയട്രി അറ്റ് ദ ഏജ് ഓഫ് 17. 17 വയസ്സിലാണ് മീന കണ്ടസാമി ഈ ഒരു എഴുത്തിൽ എന്നുള്ള പ്രൊഫഷനിലേക്ക് വരുന്നത്, റൈറ്റിംഗ് പോയട്രിയിലേക്ക് വരുന്നത് അറ്റ് ദ ഏജ് ഓഫ് 17 ആണ്. ആൻഡ് ഷീ ട്രാൻസ്ലേറ്റഡ് ബുക്സ് ബൈ ദലിത് റൈറ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഇൻ ടു ഇംഗ്ലീഷ്. സോ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ 2 കളക്ഷൻസ് ഓഫ് പോയട്രി ആണ്, ടച്ചും മിസ് മിലിറ്റൻസി. സോ ഇനി നമുക്ക് ഈ ഒരു പോം ലൈൻ ബൈ ലൈൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇൻ ആൻ എറിഡ് ലാൻഡ് ഓഫ് എറിഡ് ഹ്യൂമൻ മൈൻഡ്സ്. ഇൻ എ എറിഡ് ലാൻഡ് ഓഫ് എറിഡ് ഹ്യൂമൻ മൈൻഡ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പോയിറ്റ് സീസ് ദ സൊസൈറ്റി ഈസ് ഡ്രൈ, പീപ്പിൾ ഹാവ് നോ കൈൻഡ്നെസ്, നോ കമ്പാഷൻ. സോ നമ്മുടെ പോയിന്റ് പറയുകയാണ് ഈ സൊസൈറ്റി ഭയങ്കര ഡ്രൈ ആണ്, മനുഷ്യരുടെ ഇടയിൽ അവർക്കൊന്നും എന്തില്ല, ഒട്ടും കൈൻഡ്നെസ് ഇല്ല, നോ കമ്പാഷൻമെൻറ്റ്, വളരെ ഡ്രൈ ആയിട്ട് ഒട്ടും ഹ്യൂമാനിറ്റി ഇല്ലാത്ത, ഒട്ടും മേഴ്സിഫുൾ അല്ലാത്ത ആളുകളാണ് ഈ സൊസൈറ്റിയിലുള്ളത്. സോ അങ്ങനെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ സൊസൈറ്റി ഭയങ്കര ഡ്രൈ ആയി മാറിയിരിക്കുകയാണെന്ന് പറയുന്നത്. ഹ്യൂമൻ മൈൻഡ്സ് ഒക്കെ ഭയങ്കര ഡ്രൈ ആണ്, ഹ്യൂമൻ ലാൻഡ്സ് ഒക്കെ വളരെ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ദർ ഇസ് നോ കമ്പാഷൻമെൻറ്റ്, നോ കൈൻഡ്നെസ് എന്നാണ് പോയിന്റ് അഡ്രസ്സ് ചെയ്യുന്നത്. കാസ്റ്റ് യെറ്റ് അഗെയിൻ ഓതേർഡ് എ ട്രാജഡി. സോ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ദെൻ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട്. അതിന് പുറമേയാണ് ഈ കാസ്റ്റ് ഡിവിഷനും കൂടെ വരുന്നത്. സോ ദിസ് കാസ്റ്റ് സിസ്റ്റം ഹാസ് ക്രിയേറ്റഡ് ഇന്നത്തെ സാഡ് ഇൻസിഡൻറ്റ്. സോ ഓൾറെഡി റിലീജിയൻ്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. അതിന് പുറമെ അതേ റിലീജിയനിൽ തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് കാസ്റ്റ് ഡിവിഷൻസും കൂടെ വരുന്നത് കാരണം അതും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സാഡ് ഇൻസിഡൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ട്രാജഡി ക്രിയേറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. He disease-wrecked, downtrodden, a poor low-caste man is weak and suffering because of illness. സോ നമ്മുടെ ഈ ഒരു പോയിറ്റ് ഈ ഒരു പോമിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലോ കാസ്റ്റ് ആയിട്ടുള്ള ഒരു മാൻ ഉണ്ട് ആൻഡ് ഹീ സഫറിങ് വിത്ത് ടൈഫോയിഡ് ഡിസീസ്. സോ അതിൽ നിന്ന് ആൾ റിക്കവറി ചെയ്തിട്ട് നമ്മുടെ ഗോഡിൻ്റെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പോയിറ്റ് ഈ ഒരു പോമിൽ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നത്. സോ ഹീ ഡിസീസ് റെക് ഡൗൺ ട്രോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുവർ ലോ കാസ്റ്റ് മാൻ, ഹീസ് ഫിസിക്കലി വെരി വീക്ക് ആൻഡ് സഫറിങ് ബിക്കോസ് ഓഫ് ഇൽനെസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൈഫോയിഡ് ബാധിച്ചിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് ആൻഡ് ഹീ ഈസ് വെരി മച്ച് ഇൽ, വളരെ വീക്കാണ്, ഫിസിക്കലി ആൾ വളരെ വീക്കായിട്ടിരിക്കുകയാണ്, ഒരു ലോ കാസ്റ്റ് ആയിട്ടുള്ളൊരു മാനാണ് ആൻഡ് ഹീ ഈസ് വീക്ക് ബിക്കോസ് ഓഫ് ഹിസ് ഇൽനെസ്. അദ്ദേഹത്തിന് ബാധിച്ചിട്ടുള്ള അസുഖം മൂലം അദ്ദേഹം വളരെ വീക്കായിട്ടാണ് ഇരിക്കുന്നത്. ലോങ് എഗോ സ്കിന്നർ ഓഫ് ആനിമൽസ് സെറ്റ്സ് ഔട്ട്. സോ ഇനി ഈ ഒരു ലോ കാസ്റ്റ് മാനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹി ബിലോങ്സ് ടു എ കാസ്റ്റ് ട്രഡീഷണലി ഫോഴ്സ് ടു ഡു ഡേർട്ടി വർക്ക് ലൈക്ക് സ്കിന്നിങ് ആനിമൽസ്, എ ദലിത് occupation which made him officially untouchable. So ഈസ് ദലിത് മാൻ, ഈ ഒരു പുവർ മാനിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ ആൾക്ക് ഒരു വയ്യാതെ ഇരിക്കുകയാണ്. സോ ആൾ ബിലോങ്സ് ടു എ ദലിത് ഒക്യുപ്പേഷൻ, ഒരു ദലിതായിട്ടുള്ളൊരു മാനാണ്. ഈ ലോ കാസ്റ്റിലുള്ള ആളെന്ന് പറയുന്നത് ഒരു ദലിതാണ്. ആൻഡ് ആൾ എന്ത് വർക്ക് ചെയ്യുന്നതാണ് ഈ ദലിത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫോഴ്സ് ടു ഡു ദ ഡേർട്ടി വർക്ക് ലൈക്ക് സ്കിന്നിങ് ആനിമൽസിനൊക്കെ സ്കിൻ ചെയ്യുന്ന ജോബ് ചെയ്യുന്ന ഒരു ലോ കാസ്റ്റ് ആയിട്ടുള്ള ഒരു ആളാണ്. അയാൾ വയ്യാതെ ഇരിക്കുകയാണ് ആൻഡ് ഈ ദലിത്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കാസ്റ്റ് ലൈക്ക് അൺടച്ചബിൾ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ സ്കിന്നിങ് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് റിമൂവിങ് ദ സ്കിൻ ഫ്രം ആൻ ആനിമൽസ് ബോഡി യൂഷ്വലി ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കിൽഡ്. സോ നമ്മൾ ഒരു ആനിമലിനെ കൊന്നിട്ട് അതിൻ്റെ ബോഡിയിൽ നിന്ന് സ്കിന്ന് റിമൂവ് ചെയ്യില്ലേ, അതിനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ലെതർ ഉണ്ടാക്കാനും ഫർ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ആനിമൽസിൻ്റെ സ്കിന്ന് യൂസ് ചെയ്യുമല്ലോ, സ്കിൻ റിമൂവ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ജോബ് ചെയ്യുന്ന ഒരു ലോ കാസ്റ്റിലുള്ള ഒരു ദളിത് കമ്മ്യൂണിറ്റി മെമ്പറാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. സോ അയാൾക്ക് വയ്യാതെ അസുഖം ബാധിച്ചിട്ടിരിക്കുകയാണ്. സമൂഹത്തിൽ ഈ ദലിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലി ദി ആർ ട്രീറ്റഡ് ആസ് എൻ അൺടച്ചബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളാണ്. സോ ഹി ഈസ് സഫറിങ് വിത്ത് എ ഡിസീസ് ഓർ വിത്ത് എ ഇൽനെസ്.
10 days of typhoid and a partial recovery. So after 10 days of typhoid fever, he is only slightly better. So after 10 ദിവസത്തിന് ശേഷം ഇദ്ദേഹം ടൈഫോയിഡ് ഫീവറിൽ നിന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയിരിക്കും. ഹി ഈസ് നോട്ട് ഫുള്ളി റിക്കവേർഡ് അല്ല, സ്ലൈറ്റ്ലി ബെറ്റർ, ഒന്ന് ഭേദമായി വന്നിരിക്കുന്നുള്ളൂ. സോ ആഫ്റ്റർ 10 days 10 ദിവസത്തിന് ശേഷം ടൈഫോയിഡ് ഫീവറിൽ നിന്ന് അദ്ദേഹം ഒന്ന് ബെറ്ററായി വരുന്നതേ ഉള്ളൂ, സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടിരിക്കുകയാണ്. Enough reason to thank some God. He feels grateful just to be alive. So he wants to pray and thank God. So വളരെ ബുദ്ധിമുട്ട് കയറിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സഫർ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു 10 days എന്ന് പറയുന്നത്. 10 ദിവസങ്ങൾക്ക് മുന്നേ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. സോ ആഫ്റ്റർ 10 days അദ്ദേഹം ഒന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആയപ്പോൾ ഹി ഫീൽസ് വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു ബി അലൈവ്. ജീവിച്ചിരിക്കുന്നതിൽ തന്നെ അദ്ദേഹത്തിന് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. സോ ആ ഒരു നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗോഡിൻ്റെ അടുത്ത് ദൈവത്തിനോട് നന്ദി പ്രകടിപ്പിക്കണം. ഹി വാണ്ട്സ് ടു പ്രേ ആൻഡ് താങ്ക് ഗോഡ്. അദ്ദേഹത്തിന് പ്രേ ചെയ്യണം, പ്രാർത്ഥിക്കണം, ദൈവത്തിനോട് നന്ദി പറയണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ ഈ ഒരു പുവർ ദളിത് മാൻ നിൽക്കുന്നത്. ഹി ഡ്രാഗ്സ് ഹിംസെൽഫ് ക്ലംസ്ലി ടു എ നിയർ ബൈ ടെമ്പിൾ. Weak from illness, slowly walks to a temple to offer thanks. So അദ്ദേഹം ഫിസിക്കലി വളരെ വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്, വളരെ വീക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചൊന്ന് ബെറ്ററായി വരുന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു ഇൽനെസ് ആ ഒരു ഫുള്ളി റിക്കവേർഡ് ആയിട്ടില്ല, ചെറുതായി ഒന്ന് ഭേദമായി വന്നിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ദൈവത്തിനോട് നന്ദി പറയാൻ മറന്നിട്ടില്ല. സോ ദൈവത്തിനോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഹി സ്ലോലി വാക്സ് ടു എ ടെമ്പിൾ ടു ഓഫർ താങ്ക്സ്. അദ്ദേഹം എന്ത് ചെയ്യണം, ഫുള്ളി റിക്കവേർഡ് ആയിട്ടില്ലെങ്കിൽ പോലും പതുക്കെ വാക്സ് ചെയ്തിട്ട് നടന്നുകൊണ്ട് ടെമ്പിളിൽ ചെന്നിട്ട്, അമ്പലത്തിൽ ചെന്നിട്ട് നന്ദി പറയുകയാണ് ദൈവത്തിൻ്റെ അടുത്ത്. ഹി വോണ്ട് ടു ഓഫർ താങ്ക്സ്, ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, നന്ദി പറയുകയാണ്. Sadly of an upper caste god. The temple belongs to a god worshipped by upper caste people. Dalits are not allowed inside. സോ ഇദ്ദേഹം ഈ പതുക്കെ നടന്ന് ടെമ്പിളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ പോകുന്ന ടെമ്പിൾ എന്ന് പറയുന്നത് ദിസ് ടെമ്പിൾ വിച്ച് ബിലോങ്സ് ടു എ ഗോഡ് ഹു വർഷിപ്ഡ് ബൈ ദ അപ്പർ കാസ്റ്റ് പീപ്പിൾ. അപ്പർ കാസ്റ്റ് പീപ്പിൾ പ്രാർത്ഥിക്കുന്ന, വർഷിപ്പ് ചെയ്യുന്ന ഒരു ടെമ്പിളിലേക്കാണ് ഇദ്ദേഹം പോകുന്നത്. ദലിറ്റ്സ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. ദലിറ്റ്സിന് എന്തില്ല, ലോ കാസ്റ്റുള്ള ആളുകൾക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോലും പറ്റില്ല. ആ ഒരു ടെമ്പിളിലേക്കാണ് നമ്മുടെ ഈ പുവർ മാൻ ചെല്ലുന്നത് നന്ദി പറയാൻ. Away from the temple, he bends in supplication. He can't enter the temple. He stands outside and prays from a distance. സോ ഇദ്ദേഹത്തിന് അറിയാം ഈ ടെമ്പിളിലേക്ക് പ്രവേശിക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല എന്ന്. ഈ പുവർ മാനിന് ഒരിക്കലും ആ ഒരു ടെമ്പിളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ബിക്കോസ് ഹീസ് എ ലോ കാസ്റ്റ് മെമ്പർ, അല്ലെങ്കിൽ ഒരു ദലിത് കമ്മ്യൂണിറ്റി മെമ്പറാണ് ഇദ്ദേഹം. ഈ ടെമ്പിൾ ആണെങ്കിൽ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ വർഷിപ്പ് ചെയ്യുന്ന ഒരു ടെമ്പിളാണ്. സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. സോ ഹി സ്റ്റാൻഡ്സ് ഔട്ട്സൈഡ് ആൻഡ് പ്രേസ് ഫ്രം എ ഡിസ്റ്റൻസ്. സോ ഇദ്ദേഹം പുറത്താണ് നിൽക്കുന്നത്, അകത്ത് കയറിയിട്ടില്ല, പുറത്ത് നിൽക്കുകയാണ്. ആൻഡ് പ്രേസ് ഫ്രം എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പുറത്ത് നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ദൈവത്തിൻ്റെ അടുത്ത്. Says his last prayer, unwelcome gratefulness. His prayer is not accepted because he is considered lower caste. His gratitude is unwelcome in a casteist society. സോ നമ്മുടെ ഈ പുവർ മാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒന്ന് ബെറ്റർ ആയപ്പോൾ അദ്ദേഹം ദൈവത്തിനെ മറന്നില്ല. ദൈവമാണ് ഈ ഒരു സിറ്റുവേഷനിൽ കുറച്ചെങ്കിലും ഒന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആക്കാൻ കാരണമായത് ദൈവമാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, സ്ലോലി വാക്ക് ചെയ്തിട്ട് ഈ ടെമ്പിളിലേക്ക് ചെന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല ബിക്കോസ് ഇറ്റ് വാസ് വർഷിപ്ഡ് ബൈ ദ അപ്പർ കാസ്റ്റ് പീപ്പിൾ. സോ ഹിസ് പ്രയർ ഇസ് നോട്ട് ആക്സെപ്റ്റഡ് ബിക്കോസ് ഹി ഈസ് കൺസിഡർഡ് ലോവർ കാസ്റ്റ്. സോ അവിടെയുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പിൾ അപ്പർ കാസ്റ്റിലുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ടെമ്പിളാണ്. അപ്പോൾ ഈ ലോവർ കാസ്റ്റിലുള്ള ആൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നിട്ടുള്ളത്. അതായത് നന്ദി പറയാൻ വേണ്ടി അവിടെ ചെല്ലുകയാണ്. പക്ഷേ അത് ഒരിക്കലും അൺവെൽക്കം ആണെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കാസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ, അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിൽ ഈ ലോവർ കാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ടെമ്പിളിൽ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സ്വീകരിക്കില്ല, ദൈവം സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. To a God who anyway didn't help him to recover. He realized God did not actually heal him. He recovered on his own. സോ അദ്ദേഹം മനസ്സിലാക്കണം, ഹി റിയലൈസ് ശരിക്കും ദൈവമല്ല എന്നെ ഹീൽ ചെയ്ത്, ദൈവമല്ല എൻ്റെ ഈ അസുഖം സ്ലൈറ്റ്ലി ബെറ്റർ ആക്കിയത്. ഹി റിക്കവർഡ് ഓൺ ഹിസ് ഓൺ. ആൾ സ്വയം റിക്കവർ ആവുക ചെയ്തത്. ബിക്കോസ് ദൈവമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ കാസ്റ്റ് ഡിവിഷൻസ് അവിടെ സംഭവിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന് ടെമ്പിളിലേക്ക് പ്രവേശിക്കായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹം റിയലൈസ് ചെയ്യുന്നത് എന്താണ്, ഹി റിക്കവേർഡ് ഓൺ ഹിസ് ഓൺ. അദ്ദേഹം സ്വയം റിക്കവർ ആയിരിക്കുകയാണ്. ബിക്കോസ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിനെ നോക്കാൻ ആരും ഉണ്ടാവില്ല. അവിടെയും എന്താ സംഭവിക്കുന്നത്, അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റുമായിട്ടുള്ളൊരു ഡിവിഷൻ ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം റിയലൈസ് ചെയ്യണേ, എന്നെ ഗോഡല്ല ഹീൽ ചെയ്തത്, ഞാൻ സ്വയം റിക്കവർ ആയിരിക്കുകയാണെന്ന് ഹി റിയലൈസ്ഡ്. ബിക്കോസ് അങ്ങനെ ഒരു തോട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരാൻ കാരണം എന്താണ്, ഈ ഒരു കാസ്റ്റ് ഡിവിഷനാണ്. അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷൻ കാരണമാണ് അദ്ദേഹം അത് റിയലൈസ് ചെയ്യുന്നത്.
innocent acts of undulating faith spurned. His pure and innocent faith is rejected because of caste. അതുവരെ ദൈവത്തിനോട് ഉണ്ടായിരുന്ന ഒരു വിശ്വാസമുണ്ട്. ആളുടെ മൈൻഡ് എന്ന് പറയുന്നത് വളരെ പ്യുവറാണ്, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് ദൈവത്തിനോട് ഉണ്ടായിരുന്നത്. പക്ഷേ അത് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അവിടെ വെച്ച് നഷ്ടപ്പെടുകയാണ്, ഗോഡിൻ്റെ അടുത്തുള്ള ഫെയ്ത്ത് നഷ്ടപ്പെടുകയാണ് ബിക്കോസ് ഓഫ് ദിസ് കാസ്റ്റ് ഡിവിഷൻ. ഈ കാസ്റ്റ് ഡിവിഷൻ മൂലം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന ആ പ്യുവർ ഇന്നസെൻറ്റ് ഫെയ്ത്ത് നഷ്ടപ്പെടുകയാണ്. ബിക്കോസ് ഇങ്ങനൊരു കാസ്റ്റ് ഡിവിഷന് ദൈവം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തിന് വരുന്നത്. കാരണം ദൈവത്തിന് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല, ദൈവം എന്തുകൊണ്ട് ഇതിനെ കണ്ണടച്ച് നിൽക്കുന്നു, ദൈവം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു തോട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ, കാരണം ഈ ലോവർ കാസ്റ്റിലുള്ള ആളുകൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, അവർക്കൊന്ന് പ്രേ ചെയ്യാൻ പോലും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ ഇതിന് വേറൊന്നും ഇതിനെതിരെ ഒന്നും നടക്കാത്തത് എന്നുള്ള തോട്ട്സൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വരുന്നത്. സോ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഇന്നസെൻറ്റ് ഫെയ്ത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആങ്കർ റിറ്റലീഷൻ. ദിസ് റിജക്ഷൻ വിൽ സൂൺ കോസ് ആങ്കർ ആൻഡ് വയലൻസ് ഫ്രം സൊസൈറ്റി. സോ ഈ ഒരു റിജക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ആ വിശ്വാസം നഷ്ടപ്പെടുന്ന ആ ഒരു ഇടത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആങ്കറും വയലൻസും സൊസൈറ്റിയിൽ ദേഷ്യവും വയലൻസും ഒക്കെയാണ് വരുന്നത്. നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നിടത്താണ് അവിടെ ദേഷ്യവും വയലൻസും ഒക്കെ സംഭവിക്കുന്നത്. ആൻഡ് Rajpat surged forth. A man belonging to an upper caste, Rajpat, becomes angry and rushes forward. So അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പർ കാസ്റ്റിലുള്ള മാൻ ഉണ്ട്, ആളുടെ പേരാണ് രജ്പത്. ആൾ ഇത് കണ്ട് ഭയങ്കര ദേഷ്യത്തിൽ ഹി റഷസ് ഫോർവേഡ്. ബിക്കോസ് ഈ ഒരു പുവർ ദളിത് മാൻ പുറത്ത് നിന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി അമ്പലത്തിലേക്ക് വന്നിരിക്കില്ലേ. സോ ഇത് ഇവൻ ദോ ആളകത്തേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പോലും പുറത്ത് ഹി കീപ്പ് എ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. പക്ഷേ ഇത് കണ്ടു നിന്ന ഈ അപ്പർ കാസ്റ്റിലുള്ള വ്യക്തി തൻ്റെ അമ്പലം, ഈ അപ്പർ കാസ്റ്റിൽ വർഷിപ്പ് ചെയ്യുന്ന ഈ അമ്പലത്തിൻ്റെ ചുറ്റുപറ്റത്ത് ഈ ലോവർ കാസ്റ്റിലുള്ള ആൾ നിന്നു, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് അശുദ്ധിപ്പെടുത്തി എന്നൊക്കെ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, വേഗം റഷസ് ഫോർവേഡ് ഇയാളുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ വരികയാണ്. And smote the untouchable with an iron rod. The man from a high caste hit the Dalit man with an iron rod. ഒരു അയൺ റോഡ് പിടിച്ചിട്ടാണ് ഈ ഒരു രജ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ കാസ്റ്റിലുള്ള അപ്പർ കാസ്റ്റിലുള്ള മാന് വരുന്നത്. എന്നിട്ട് ഈ ദളിത് മാനെ ഈ അയൺ റോഡ് കൊണ്ട് ഹിറ്റ് ചെയ്യണം. He, warrior caste lion, couldn't tolerate encroachment. The upper caste man, proud of his caste, could not tolerate a Dalit entering the temple. So ഈ അപ്പർ കാസ്റ്റിലുള്ള ഈ വ്യക്തി ആളുടെ ഒരു മൈൻഡിൽ ഒരു ജീവൻ അവിടെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോവർ കാസ്റ്റിലുള്ള വ്യക്തിയെ ഹിറ്റ് ചെയ്ത് കൊല്ലാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലോവർ കാസ്റ്റിലുള്ള വ്യക്തി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ഇവൻ ദോ ഹി ഡിഡ്ന്റ് എൻ്റർ ദ ടെമ്പിളിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഒരു പ്ലേസ് അശുദ്ധിപ്പെടുത്തി എന്നുള്ളൊരു തോട്ടാണ് ഇയാളുടെ ഉള്ളിലുള്ളത്. സോ ആളുടെ കാസ്റ്റിന് വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും റെഡി ആയിട്ടാണ് ഇയാൾ നിൽക്കുന്നത്. ഈ ഭയങ്കര എക്സ്ട്രീം റിലീജിയസ് ആയിട്ടുള്ളൊരു തോട്ടാണ് ഈ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ഈ മാൻ്റെ ഉള്ളിലുള്ളത്. ഈ ഈസ് വെരി മച്ച് പ്രൗഡ് ഓഫ് ഹിസ് കാസ്റ്റ്. ആളുടെ കാസ്റ്റിൽ ഒരുപാട് പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ദളിതായിട്ടുള്ള വ്യക്തി ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹി കുഡന്റ് ടോളറേറ്റ്. സോ അതുകൊണ്ടാണ് ഇയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഈ ദളിത് മാൻ്റെ അടുത്തേക്ക് അയൺ റോഡുമായി ചെന്നിട്ട് ഹിറ്റ് ചെയ്യുന്നത്. At the temple by a Dalit, he was angry because a Dalit entered the temple. സോ ഒരു ടെമ്പിളിൽ ദളിതോ എന്നുള്ളൊരു തോട്ട്, അയാൾ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്നിട്ടാണ് ഇയാൾ അയൺ റോഡ് കൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുക. Deathly holes of a feeble voice rent the air, fervently seeking holy intervention. The poor Dalit man screamed in pain and cried for help, hoping God would save him. So ഈ ഒരു പുവർ ദളിത് മാൻ എന്താണ്, വേദന കൊണ്ട് ഹി സ്ക്രീമിങ് ഇൻ പെയിൻ ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. വേദന കൊണ്ട് അലറിക്കൊണ്ടിരിക്കുകയാണ്. ഹി സ്ക്രീമിങ്. ആളുടെ ആ ഒരു കരച്ചിൽ ഈ എയറിൽ ഫുള്ള് നമുക്ക് കേൾക്കാൻ പറ്റും. അന്തരീക്ഷത്തിൽ മൊത്തം ഇയാളുടെ ആ ഒരു സ്ക്രീമിങ്, ആ വേദന കൊണ്ടുള്ളൊരു സ്ക്രീമിങ്ങിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ആൻഡ് ഹീസ് ക്രൈയിങ് ഫോർ ഹെൽപ്പ്. വേദന കൊണ്ട് ഇങ്ങനെ സ്ക്രീം ചെയ്യണം, അലറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കരഞ്ഞിട്ട് സഹായം, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യൂ എന്നുള്ള രീതിയിൽ ആളിങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട്. ഹോപ്പിംഗ് ഗോഡ് വുഡ് സേവ് ഹിം. അയാളുടെ ഉള്ളിൽ അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ത്, അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ടാണല്ലോ, ഈ സറൗണ്ടിങ്സിൽ നിന്നിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആളുടെ ഉള്ളിൽ സ്റ്റിൽ ഈ ഒരു പുവർ മാൻ്റെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷ, ഗോഡ് വുഡ് സേവ് ഹിം, ദൈവം എന്നെ രക്ഷിക്കും, ഏതെങ്കിലും ഒരു രൂപത്തിൽ ദൈവം വന്ന് രക്ഷിക്കും എന്നുള്ളൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം ഉറക്കെ കരയുന്നുണ്ട് ഒരു സഹായത്തിന് വേണ്ടിയിട്ട്, ആരെങ്കിലും വന്ന് സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ സ്ക്രീമിങ് അലൗഡ്. God, lifeless as ever, watching grimly with closed eyes. God did not help him. God remained silent as if blind and lifeless. So God എന്ത് ചെയ്തില്ല, ഗോഡ് അവിടെ ഹി റിമൈൻഡ് സൈലൻറ്റ്, അവിടെ ഒരു ഹെൽപ്പും ചെയ്തിട്ടില്ല. ഹി ഈസ് റിമൈൻഡ് സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബ്ലൈൻഡ് ആൻഡ് ലൈഫ്ലെസ്, വളരെ ലൈഫ്ലെസ് ആയിട്ട് വളരെ ബ്ലൈൻഡ് ആയിട്ട് ആണ് അദ്ദേഹം നിൽക്കുന്നത്. ഗോഡ് ഇദ്ദേഹത്തെ, ഈ ലോ കാസ്റ്റ് ആയിട്ടുള്ള ഈ വ്യക്തി, ദളിത് കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ഈ ഒരു മാനെ സഹായിച്ചില്ല.
എന്നാണ് പറയുന്നത്. മറ്റാരുടെയും രൂപത്തിൽ ദൈവം വന്നിട്ട് അദ്ദേഹത്തിനെ സഹായിച്ചിട്ടില്ല. ഈ അപ്പർ കാസ്റ്റുള്ള ആളാണെങ്കിലും അവിടെ നിർത്തിയിട്ട് ഇയാളെ അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. In resigned submission, the sick man's life was given away. The helpless man accepted his suffering and died. സോ ഈ ഒരു പുവർ മാൻ അവിടെ എന്ത് ചെയ്യാണ്, ആക്സെപ്റ്റഡ് ഹിസ് സഫറിങ് ആൻഡ് ഡൈഡ്, അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പർ കാസ്റ്റിലുള്ള ഈ വ്യക്തി അയൺ റോഡ് കൊണ്ട് അടിച്ച് ഇയാളെ അവിടെ കൊന്നു. Caste crueler than disease, emotionless, dry took its toll. Caste discrimination is more cruel than any illness. It destroyed his life without mercy. സോ ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ക്രൂവലസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണെന്നാണ് പറയുന്നത്. മറ്റ് നമ്മുടെ ഫിസിക്കലി ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് മരുന്ന് കഴിച്ചാൽ ഹീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്തരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നമ്മുടെ കില്ല് ചെയ്യുന്നത്, വളരെ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഹീൽ ചെയ്യാൻ പറ്റില്ല. അത് അത്രയും നമ്മളെന്താ ക്രൂവലായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ശരീരത്തിന് ബാധിക്കുന്ന നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഇൽനെസ്സൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്താണ്, ഇസ് എ മോസ്റ്റ് ക്രൂവൽ ദാൻ എനി ഡിസീസ്. മറ്റുള്ള അസുഖങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോസ്റ്റ് ക്രൂവലാണ്, അല്ലെങ്കിൽ മോർ ക്രൂവലാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിസ്ട്രോയ് ഹിസ് ലൈഫ് വിത്തൗട്ട് മേഴ്സി, നമ്മുടെ ലൈഫ് തന്നെ ഡിസ്ട്രോയ് ചെയ്യും എന്നാണ് പറയുന്നത്. Confirming traditional truth, Dalits died due to devotion. It proves the harsh reality. Dalits die even while praying or showing faith. So ഇവിടെ ഈ വ്യക്തി എങ്ങനെയാണ് മരിച്ചിരിക്കുന്നത്, ഈ പുവർ ആയിട്ടുള്ള മാൻ, ഈ ദലിത് മാൻ അവിടെ ടെമ്പിളിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വേണ്ടി, ദൈവത്തിനോട് നന്ദി പറയാൻ വേണ്ടി, ബിക്കോസ് ഓഫ് ഹിസ് ഫെയ്ത്ത്, ഗോഡ് കാരണമാണ് തനിക്കൊരു ബെറ്റർമെൻറ്റ് വന്നിട്ടുള്ള, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഒന്ന് റിക്കവറായി വരുന്നത് ഗോഡ് കാരണമാണെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ദൈവത്തിനോട് നന്ദി പറയാൻ വന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ മരിച്ചു വീഴുന്നത്. സോ ഫെയ്ത്ത് കാരണം തന്നെ ആണ് അവിടെ ഇതും സംഭവിച്ചിട്ടുള്ളത്. ഈ അപ്പർ കാസ്റ്റ് മാൻ്റെ ഓവർ ആയിട്ടുള്ള ഒരു എക്സ്ട്രീം റിലീജിയസ് ഫെയ്ത്ത് മൂലമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സോ ഇദ്ദേഹം നന്ദി പറയാൻ വേണ്ടി ചെന്നു. അതുപോലെ തന്നെ മറ്റ് അപ്പർ കാസ്റ്റിലുള്ള ആളാണെങ്കിലോ അയാളുടെ ഫെയ്ത്ത് മൂലം സംഭവിച്ചിട്ടുള്ളത്. സോ ഫെയ്ത്ത് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വില്ലൻ എന്ന് പറയുന്നത്. ആൻഡ് ട്രഡീഷണൽ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം മുതലേ ഉള്ളൊരു ഇതാണ് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. സോ തൊട്ടുകൂടായ്മ, അല്ലെങ്കിൽ ചില അമ്പലങ്ങളിൽ ഇന്ന കാസ്റ്റുള്ള വ്യക്തികൾക്ക് പ്രവേശിക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ട്രഡീഷണൽ ബിലീഫ് മൂലമാണ് ഒരു ജീവൻ അവിടെ നഷ്ടപ്പെടാൻ കാരണമായത്. Unanswered question remain. Agony is not always a forgotten memory. There are still painful questions with no answers. The suffering is unforgettable. So ഇപ്പോഴും still there are so many painful questions with no answer. ഇപ്പോഴും അവിടെ എന്താണ്, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. കാരണം ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഇദ്ദേഹത്തിന് തന്നെ തോന്നിയാണ്, ഈ ലോ കാസ്റ്റിലുള്ള ദലിത് മെമ്പറിന് തന്നെ തോന്നിയാണ് ശരിക്കും ദൈവമുണ്ടോ, അല്ലെങ്കിൽ ദൈവം ഇത്തരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ നടക്കുന്ന സമയത്ത് അതിനെതിരെ ദൈവം കണ്ണടച്ച് നിൽക്കുന്നത്, ബ്ലൈൻഡായിട്ട് നിൽക്കുന്നത്, സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നത് ദൈവവും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണോ? അങ്ങനെയുള്ള ഒരുപാട് പെയിൻഫുൾ ക്വസ്റ്റ്യൻസ് ഈവൻ ആ ലാസ്റ്റ് ബ്രെത്തിൻ്റെ സമയത്ത് പോലും ഈ ദലിതായിട്ടുള്ള വ്യക്തി ഉറക്കെ സ്ക്രീം ചെയ്യുന്നുണ്ട്. പെയിൻഫുൾ സ്ക്രീമിംഗ് ആണ് ചെയ്യുന്നത് ഫോർ എ ഹെൽപ്പ്. അപ്പോഴും ആളുടെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഗോഡ് ഹെൽപ്പ് ചെയ്യും, ദൈവം ഹെൽപ്പ് ചെയ്യും എന്നുള്ള, ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സോ ഓൾ ദിസ് സ്റ്റിൽ റിമെയിൻസ് ക്വസ്റ്റ്യൻസ് വിത്ത് നോ ആൻസേഴ്സ്. ഇതെല്ലാതും എന്താണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മരിച്ചു വീണപ്പോൾ ആ സമയം വരെ അദ്ദേഹത്തിന് ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. ഗോഡിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ലൈഫ്ലെസ് ആയിട്ട് സൈലൻ്റ് ആയിട്ടാണ് ഗോഡ് റിമെയിൻ ചെയ്യുന്നത്. Life teaches there are different gods at different temples. Society teaches that not everyone is allowed to worship the same god. So നമുക്കറിയാം ഈ സൊസൈറ്റിയിൽ തന്നെ ഡിഫറെൻറ്റ് ടെംപ്സ്, പല ടെമ്പിളിലും പല ഗോഡുകളാണ് ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ഒരു ഗോഡുണ്ട്, മണിക്ക് ലക്ഷ്മി ദേവി മണിക്ക് വേണ്ടിയിട്ടുള്ള ഗോഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഗോഡ്സ് ഉണ്ട്. ആൻഡ് ഈ ഡിഫറെൻറ്റ് ഗോഡ് ഡിഫറെൻറ്റ് ടെമ്പിളിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. സോ സൊസൈറ്റി ടീച്ചേഴ്സ് ദാറ്റ് നോട്ട് എവ്രി വൺ ഇസ് അലൗഡ് ടു വർഷിപ്പ് ദ സെയിം ഗോഡ്. അത് മാത്രമല്ല ഓരോ ടെമ്പിളിലും ഇപ്പോൾ എല്ലാ ടെമ്പിളിലേക്കും എല്ലാ വ്യക്തികൾക്കും കയറി പ്രാർത്ഥിക്കാനൊന്നും കഴിയില്ല. സോ ദൈവത്തിൻ്റെ ഉള്ളിലും ഇത്തരത്തിലുള്ളതുണ്ടോ, ശരിക്കും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സൊസൈറ്റിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. സൊസൈറ്റിയിൽ ഈ ലോ കാസ്റ്റ് ആയിട്ടുള്ള ഈ ദളിത് മെമ്പറിനെ പോലെ, അല്ലെങ്കിൽ ദളിത് മാൻ്റെ പോലെ ഉള്ള ആളുകൾക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ദൈവത്തിന് ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടെമ്പിൾസിൽ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെക്കുന്നത്? ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസിൻ്റെ കാര്യമില്ലല്ലോ. അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നുള്ള എന്തിന് ഇത്തരത്തിലുള്ള ബാരിയർ എന്നൊക്കെയാണ് ഇവരുടെ ഉള്ളിലുള്ള ചോദ്യം. One solitary thought haunts recollection day and night. One painful thought keeps troubling the speaker all the time. So ഈ ഒരു തോട്ട് എന്നും ഡേ ആൻഡ് നൈറ്റ് അവരുടെ ഉള്ളിൽ അലട്ടുന്നുണ്ട്.
വേർ ഡിഡ് ദ പുവർ മാൻ 65-year-old സോൾ ഗോ. ഇപ്പോൾ ഈ ഒരു പുവർ മാൻ അവിടെ മരിച്ചു വീണല്ലോ, അദ്ദേഹത്തിന് 65 ഇയേഴ്സ് ആണ്. ആ 65 ഇയറിൽ 65 വയസ്സുള്ള ആ ഒരു സോൾ മരിച്ചു വീണത് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? കാരണം ആഫ്റ്റർ ഡെത്ത് നമുക്കറിയാം അവിടെ വീണ്ടും ഡിവിഷൻ വന്നിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹെല്ല് ഹെവൻ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വ്യക്തി എങ്ങോട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക? ഗോഡ് ഇത്തരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇയാൾ ആ ഒരു പ്ലേസ് അശുദ്ധിയാക്കി എന്നുള്ളതിൻ്റെ പേരിൽ നരകത്തിലേക്കായിരിക്കുമോ, അതോ ഇങ്ങനെ അദ്ദേഹം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അയാൾ ഫെയ്ത്ത് കാരണം, അദ്ദേഹത്തിൻ്റെ വിശ്വാസം കാരണം നന്ദി പറയാൻ വേണ്ടിയിട്ടല്ലേ അമ്പലത്തിൽ വന്നിട്ടുള്ളൂ, അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ ഇദ്ദേഹത്തിന് സ്വർഗത്തിലേക്കായിരിക്കുമോ പോയിട്ടുണ്ടാവുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ പോയിട്ട് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുള്ളത്. വേർഡ് ഇറ്റ് ദിസ് പുവർ മാൻസ് 65-year-old soul go, എങ്ങോട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക? To heaven, to join the noble martyr who died for a cause. Did he go to heaven like the heroes who died for justice? സോ നമ്മുടെ പോയിട്ട് ചോദിക്കുകയാണ്, ഹെവനിലേക്ക് ആയിരിക്കും പോയിട്ടുണ്ടാവുക. ഇപ്പം നമ്മുടെ ഈ ദലിത് മാൻ്റെ പോലെ ഒരുപാട് വ്യക്തികൾ ഇത്തരത്തിലുള്ള ജസ്റ്റിസിൻ്റെ ഒരു കോഴ്സ് മൂലം ഇപ്പോൾ ഇത്തരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ്റെ ഒക്കെ പേരിൽ ഒരുപാട് പേര് ഇതുപോലെ മരിച്ചു വീണിട്ടുണ്ടായിരിക്കാം. സോ അത്തരത്തിലുള്ള ആ മാർട്ടിയേഴ്സിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഓർ ടു ഹെൽ വേർ ദ ഗോഡ്സ് റിസൈഡ് മേക്കിംഗ് കാസ്റ്റ് ലോ. ഇനി അതല്ല നരകത്തിലേക്കായിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഓർ ഡിഡ് ഹി ഗോ ടു ഹെൽ ബിക്കോസ് മേ ബി ദ ഗോഡ് ദെംസെൽസ് സപ്പോർട്ട് ദ കാസ്റ്റ് സിസ്റ്റം. ഇനി അതല്ല നരകത്തിലേക്കായിരിക്കുമോ പോയിട്ടുണ്ടാവുക, കാരണം ദൈവം ഈ കാസ്റ്റ് ലോനെ അല്ലെങ്കിൽ കാസ്റ്റ് ഡിവിഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുമോ, അതുകൊണ്ടാവും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഗോഡ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെ കണ്ണടച്ച് നിൽക്കുന്നത്, റിമൈൻ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ഇതിനെ ഗോഡ് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ? സോ അങ്ങനെ ഗോഡ് ഇതിനെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നരകത്തിലേക്കായിരിക്കുമോ പോയിട്ടുണ്ടാവുക എന്നുള്ള രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഹെവൻ ആയിരിക്കോ ഹെല്ലായിരിക്കോ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ പോയിട്ട് ഈ ഒരു പോം അവസാനിപ്പിക്കുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പോം മനസ്സിലായെന്ന്